ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് കുക്കറിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ അവിയൽ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കാം. അന്നേരം നമുക്കതെല്ലാം അരിഞ്ഞെടുത്ത് ഒരു എരിക്ക് ആവശ്യമുള്ള പച്ചമുളകും വേണം. ഇത്രയും സാധനങ്ങളാണ്. അപ്പം നമുക്ക് ഒരു ചൂട് കെട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് കുക്കർ എടുക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇടാം. അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറി നമുക്ക് അതിനകത്തിട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളമാവുന്ന പച്ചക്കറികളൊക്കെ കുറച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അങ്ങ് വെള്ളമായി പോകും. ഇതാകുമ്പോൾ നന്നായിട്ടിരിക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് നമുക്ക് ആ പച്ചക്കറികളൊക്കെ ഇടാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ല്, ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ പച്ചക്കറിയിലാവണം. അതുപോലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാടിക്ക് പിടിക്കാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് അതൊരു മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പച്ചക്കറികൾ ഇടാം. ഇത്ര ഇടുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ്. ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ഇവിടെ അവിയൽ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ നോക്കും, നിങ്ങളിങ്ങനെയാണോ എന്ന് അറിയത്തില്ല. എന്നാലും ആലപ്പുഴ സ്റ്റൈൽ അവിയലാണിത്. പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുന്നു. അന്നേരം പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, എനിക്ക് മഞ്ഞച്ചിരിക്കുന്ന ഇഷ്ടമല്ല അവിയൽ. അന്നേരം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ വളരെ കുറച്ച് മുളക് പൊടി. പിന്നെ നമുക്ക് നന്നായിട്ടൊന്നും കൂടി നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ആ പച്ചക്കറിയിലൊക്കെ നന്നായിട്ട് ആകത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് പച്ചക്കറി ഒന്ന് വാടണം. ആ ഒരു അത്ര നേരം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അടുക്കി പിടിക്കാത്ത രീതിയിൽ. അപ്പം അതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ആ പച്ചക്കറി. ഇങ്ങനെ ആകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കുക്കറിലെടുക്കാം. പിന്നെ നമുക്ക് അത് അടച്ച് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വരുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് അത് വെയിറ്റ് ചെയ്തിട്ട് ആ ആവി നമുക്ക് കളയണം, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് വെന്തു പോകും. പിന്നെ നമുക്ക് അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ കുറച്ച് കൊച്ചുള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി, തേങ്ങയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. പിന്നെ അത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് വലിയ തവി എടുക്കാതെ ചെറിയ തവിയും കൊണ്ട് സ്പൂണും കൊണ്ട് ഒരുപാട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ചോറിന് വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് അതിനകത്ത് ചേർക്കാം. അങ്ങനെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അവിയലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്.